അസ്സലാമു അലൈക്കും. ഇന്ന് വെള്ളിയാഴ്ച, മെഹ്റാജ് രാവ്. ഇന്നത്തെ മഗ്‌രിബോടെ നമ്മളിലേക്ക് കടന്നു വരുന്നത് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന മെഹ്റാജ് രാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശവും അതിനുള്ള മുഴുവൻ അത്ഭുതങ്ങളും കണ്ട ഒരു രാവാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ലോക ജനതയുടെ ഇടയിൽ വലിയ അംഗീകാരവും വാങ്ങിക്കൊടുത്ത വലിയ സംഭവം കൂടിയാണ് ഇസ്രാ മെഹ്റാജ് രാവ്. ഇന്നത്തെ മഗ്‌രിബോടെ കടന്നു വരുന്നത് ലോക മുസ്ലിം വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഇസ്രാ മെഹ്റാജ്, ആ സുന്ദരമായ സംഭവങ്ങളൊക്കെ നടന്ന രാവാണ്. നാളെ പകൽ ശനിയാഴ്ച, അതിനെ സ്മരിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുക നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ്. നോമ്പുകാർ ആയിരിക്കണം. സുന്ദരമായ ഈ സമയങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ദുആ നല്ലവണ്ണം ചെയ്യുക. നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളില്ലേ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അള്ളാഹുവിനോട് പറയുക. ഇൻഷാ അല്ലാഹ് റബ്ബ് വിളി കേൾക്കുന്നതാണ്. ബഹുമാനിക്കുക. ഇനി വരുന്ന നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിസ്കരിക്കുക. മഗ്‌രിബ്, ഇശ, സുബഹി, നാളത്തെ പകൽ എല്ലാ നിസ്കാരവും കൃത്യമായി നിർവഹിക്കുക. നോമ്പ് നോൽക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. മെഹ്റാജിലെ നോമ്പ് പിടിച്ചാൽ 60 മാസത്തെ നോമ്പിൻ്റെ കൂലി ലഭിക്കും. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. ദിക്റുകൾ ഒരുപാട് ചൊല്ലുക. ഈ ദിക്റ് പാരായണം ചെയ്യുക. ഈ ദിക്റ് പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. ഇത് എല്ലാവരും ചൊല്ലുക. ഇത് മറക്കാതെ ചൊല്ലണം എല്ലാവരും. അതുപോലെ തന്നെ സൂറത്ത് തൗബയിലെ 2 ആയത്തുകളും ഇതിൻ്റെ ഒപ്പം ചൊല്ലണം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീമുൻ ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ 2 ആയത്ത് പരമാവധി അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലുക. ഇബ്രാഹിമിയ സ്വലാത്ത് അധികരിപ്പിക്കുക. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് അത്താഴം കഴിക്കുക. നിയ്യത്ത് വെക്കുക. നിയ്യത്ത് 3 രീതിയിൽ വെക്കണം. 1. റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഫർളായ ഒരു നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ ഖളാ വീട്ടുന്നു. 2. റജബ് 27ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി പിടിക്കുന്നു. 3. റജബ് മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. ഇങ്ങനെ നിയ്യത്തുകൾ വെക്കുക. നോമ്പ് പിടിക്കാൻ പറ്റാത്തവർ മറ്റൊരു ദിവസം പിടിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.